ജമ്മുവിനും ശ്രീനഗറിനുമിടയിൽ ട്രെയിൻ ഓടിക്കുക എന്ന ഇന്ത്യയുടെ 100 വർഷത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഏറ്റവും കഠിനമായ ഘട്ടങ്ങളിലൊന്ന് ചെനാബ് നദിയുടെ അടിത്തട്ടിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ ഒരു റെയിൽവേ പാലം നിർമ്മിക്കുക എന്നതാണ്. പാലത്തിൻ്റെ ഉയരം, ചരിഞ്ഞ പ്രദേശങ്ങൾ, ദുഷ്കരമായ ഭൂപ്രദേശം, വിള്ളലുകളുള്ള പാറക്കൂട്ടങ്ങൾ, പാലത്തിനടിയിലെ നദിയുടെ സാന്നിധ്യം, പ്രതികൂല കാലാവസ്ഥ, കാറ്റിൻ്റെ വേഗത, സ്ഥലത്തിൻ്റെ ഭൂകമ്പ സാധ്യത എന്നിവയായിരുന്നു പ്രധാന വെല്ലുവിളികൾ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചെനാബിലൂടെ ആദ്യ തീവണ്ടി ഓടിത്തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലാണ് രാജ്യം. ഏകദേശം 2 പതിറ്റാണ്ടിൻ്റെ ശ്രമങ്ങൾക്കൊടുവിലാണ് ചെനാബിലൂടെ ആദ്യ തീവണ്ടി ഓടിത്തുടങ്ങിയത്. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് ഇത് അഭിമാന നിമിഷം. ജമ്മു ഡിവിഷനെ കശ്മീരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന 2 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കത്ര റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. പദ്ധതി സാക്ഷാത്കാരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജിയോ ടെക്നിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ കലി മാധവി ലത എന്ന പെൺകരുത്തിനെക്കുറിച്ചാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നീണ്ട 17 വർഷങ്ങൾ പദ്ധതി ആസൂത്രണം, രൂപകൽപ്പന, നിർമ്മാണം എന്നിവയിലെ തടസ്സങ്ങൾ മറികടക്കുന്നതിന് മാധവിയുടെ സംഭാവനകൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. 1992 ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പൂർത്തിയാക്കിയ ഡോക്ടർ മാധവി വാറങ്കലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് എംടെക് പൂർത്തിയാക്കിയത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലായിരുന്നു സ്പെഷ്യലൈസേഷൻ. 2021 ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റിയുടെ മികച്ച വനിതാ ജിയോ ടെക്നിക്കൽ ഗവേഷക പുരസ്കാരവും കരസ്ഥമാക്കി. എൻ്റെ ബാല്യകാല സ്വപ്നം ഒരു ഡോക്ടറാകുക എന്നതായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുടുംബത്തിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ല. നല്ല ഗവേഷകയാകുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. എന്നാൽ ശാസ്ത്ര ഗവേഷണത്തോടുള്ള യഥാർത്ഥ അഭിനിവേശം എംടെക് പഠനകാലത്താണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് മാധവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയെ കത്ര വഴി കശ്മീരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന കത്ര സങ്കൽതാൻ പാതയുടെ ഭാഗമാണ് ചെനാബ് പാലം. നദീനിരപ്പിൽ നിന്ന് 359 മീറ്റർ ഉയരമുള്ള പാലത്തിൻ്റെ നീളം 1.31 കിലോമീറ്ററാണ്. പ്രാഥമിക സർവേകളിൽ വ്യക്തമല്ലാതിരുന്ന വ്യത്യസ്ത പാറകളുടെ സാന്നിധ്യം, ഗുഹകൾ തുടങ്ങിയ ഭൗമശാസ്ത്രപരമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൂതനമായ രീതികൾ കണ്ടെത്തിയായിരുന്നു ഡോക്ടർ മാധവിയുടെ പ്രവർത്തനം. 1486 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവായത്. മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും ഭൂകമ്പത്തെ ചെറുക്കാനും ഈ പാലത്തിന് സാധിക്കും.